എന്തായാലും ഹൃദയപൂരം ആവറേജ് ആയില്ല ശരാശരി. പിന്നെ എന്തൊക്കെയോ അല്ല ആദ്യത്തെ വെച്ച് എന്തൊക്കെയോ പി ആർ വർക്കുകൾ നടക്കേണ്ടി പറഞ്ഞു. ഫാമിലി ഓഡിയൻസിനൊക്കെ ഇഷ്ടപ്പെടില്ലേ ലാലേട്ടൻ്റെ ഫാമിലി ഓഡിയൻസ് ഇഷ്ടപ്പെടും. ലാലേട്ടൻ എല്ലാവരുടെ അഭിനയം നല്ലതാണ്. അപ്പോൾ ഹൃദയപൂർവ്വം ലാലേട്ടൻ സത്യനന്ദിക്കാട് പടം കണ്ടായിരുന്നു, എങ്ങനെയുണ്ടായിരുന്നു റിവ്യൂ? ഹൃദയപൂരം ആവറേജ് ആയുള്ളൂ ശരാശരി പടമാണ്. സത്യനന്ദിക്കാടിൻ്റെ ഒരു ഫീൽ ഗുഡ് മൂവിയൊക്കെയാണ്, പക്ഷേ സ്ക്രിപ്റ്റ് വീക്കായിപ്പോയി, അതാ പ്രശ്നം പറ്റിയത്. അല്ലെങ്കിൽ എല്ലാവരുടെ അഭിനയം നല്ലതാണ്, ഡയറക്ഷൻ നല്ലതാണ്, സ്ക്രിപ്റ്റിൽ വെച്ച് പ്രശ്നമാണ്. സീനിയാസിക്ക് ആ സ്ക്രിപ്റ്റ് ചെയ്തെങ്കിൽ നന്നായിട്ട് വന്നു തന്നെ. സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിനെക്കാളും ഭേദമായി തോന്നി. വൺ ടൈം വാച്ച് കണ്ടിരിക്കാം. പിന്നെ ഇന്നലെ എല്ലാം അറിയുന്ന ലോകം നല്ലൊരു പടമെന്ന് കേട്ടു, കാണാൻ പറ്റിയില്ല. എന്തായാലും ഹൃദയപൂരം ആവറേജ് ആയില്ല ശരാശരി. പിന്നെ എന്തൊക്കെയോ അല്ല ആദ്യത്തെ വെച്ച് എന്തൊക്കെയോ പി ആർ വർക്കുകൾ നടക്കേണ്ടി തോന്നുന്നു. വലിയ നല്ല പടമാണ്, പക്ഷേ എനിക്ക് ആവറേജ് ആയിട്ട് തോന്നി. സംഗീതത്തിൻ്റെ പ്രകടനം എങ്ങനെയുണ്ടാവും? സംഗീതം തന്നെ ചെയ്തിട്ടുണ്ട്, ലാലുവിലെ സീൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ലാലേട്ടനാണെങ്കിലും ആ ഹാർട്ട് പേഷ്യൻ്റായിട്ട് ആ റോൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ത്രൂ ഔട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കൽ ചെറിയ ലാഗുകൾ തോന്നി. ഒരു എൻ്റർടൈനർ എന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു. ഫാമിലി ഓഡിയൻസിനൊക്കെ ഇഷ്ടപ്പെടില്ലേ ലാലേട്ടൻ്റെ? ഫാമിലി ഓഡിയൻസ് ഇഷ്ടപ്പെടും. പക്ഷേ ലാലേട്ടൻ എല്ലാവരുടെ അഭിനയം നല്ലതാണ്, എല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാവരും. പക്ഷേ സ്ക്രിപ്റ്റിൽ ആ കോമഡി ഒന്നും വർക്കൗട്ട് ആവുന്നില്ല. കോമഡി പലതും വർക്കൗട്ട് ആവുന്നില്ല, കാരണം സ്ക്രിപ്റ്റ് വളരെ വീക്കാണ്. സ്ക്രിപ്റ്റിൽ പറ്റിയ പ്രശ്നമാണ്. ഇല്ലെങ്കിൽ നല്ലൊരു പടമാവേണ്ടതാണ്. ഫീമെയിൽ ക്യാരക്ടേഴ്സൊക്കെ എങ്ങനെയുണ്ട്? ഫീമെയിൽ ക്യാരക്ടേഴ്സ് മാളിമോനാണെങ്കിലും സംഗീതയാണെങ്കിലും എല്ലാവരും നന്നായി ചെയ്യുന്നുണ്ട്. പെർഫോമൻസിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. സ്ക്രിപ്റ്റ് വളരെ വീക്കായിപ്പോയി, അതാണല്ലോ ബാക്ക് ബോൺ. അവിടെ പ്രശ്നം പറ്റിയതുകൊണ്ടാണ് പല കോമഡി വർക്കൗട്ട് ആവാതെ പോയത്. സംഗീതം നന്നായി ചെയ്യുന്നുണ്ട്.